ആരുമില്ലേ? സഹദേവനും എന്താ നോട്ടീസില്ലാതെ? കഥവ് തുറന്നു കിടക്കുന്നു. ഇപ്പുറത്തെങ്ങും ആരുമില്ല. മോഷ്ടിക്കാൻ നല്ല സമയമല്ലോ എന്ന് ആലോചിക്കുകയായിരുന്നു. ചത്ത് കിടന്നാലും കുറുക്കര് കണ്ട് കോഴി കൂടി തന്നെ. ഹലോ, നമസ്കാരം. സുഗന്ധനല്ലേ? കഴിയുന്നു. ചായ കൊണ്ടിരിക്കും. ചായ? എത്ര അന്തസ്സാരശൂന്യമായ പദം. ചാരായമായിരുന്നെങ്കിൽ സന്തോഷമായന്. ഏതായാലും അതിവിടെ ഇല്ല. അയ്യോ വേണ്ട, നല്ല സ്ട്രോങ് ആയിട്ടൊരു ചായ മതി. പിന്നെ കാര്യം വിചാരിച്ച പോലെ അത്ര നിസ്സാരമല്ല. അത് നേരിട്ട് പറയാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്താ കാര്യം പറയൂ. അടുത്ത മീറ്റിംഗിൽ വർഗീസ് അവിശ്വാസ പ്രമേയം പാസ്സാക്കി. ഡെഫിനറ്റ്. ഓഹോ, കാര്യം ഇത്ര നിസ്സാരമാക്കിയതാണ് ഇത്രയും കുഴപ്പങ്ങൾ ഉണ്ടായത്. സഹദേവൻ, എന്റെ മനസാക്ഷിയോട് ഞാൻ 100% വിശ്വസ്തത പുലർത്തിയിട്ടുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ, പൊളിഞ്ഞു തയ്യാറായ അവസ്ഥയിലാണ് യൂണിവേഴ്സൽ ട്രേഡേഴ്സ് എന്ന ആ സ്ഥാപനത്തിന്റെ ചുമതല ഞാൻ ഏറ്റെടുത്തത്. കമ്പനി വളർന്ന് വലുതായപ്പോൾ അധികാരത്തിലുള്ള വടവഴിയെ എത്ര നിർഭാഗ്യകരമാണ്. എന്നാലും ഹോണസ്റ്റിക്കല്ല, ഇത്തരം കിടമത്സരങ്ങൾക്കാണ് ഇന്ന് വില. സ്കൂളിന്റെ വാതിൽ കണ്ടിട്ടുള്ള നല്ല വർഗീസ്, അതിന് മാനേജിംഗ് ഡയറക്ടർ ആവണം പോലും. ലേറ്റസ്റ്റ് വേക്കൻസി. പിന്നെ ഞാൻ വാങ്ങിയ എമൗണ്ട് അടുത്ത ആഴ്ച കൊണ്ടുവരാം. സത്യം പറയണമല്ലോ, ഇന്ന് കൊണ്ടുവരണമെന്ന് വിചാരിച്ചാണ് ഒരു ചെറിയ അഡ്ജസ്റ്റ്മെന്റ്. അടുത്ത ആഴ്ച ഡെഫിനറ്റ് ആയി കൊണ്ടുവരാം. ഡോണ്ട് മൈൻഡ്. ആരാ ഇത്? ശാരദയുടെ അനിയത്തിയാണ്. ഒരു ഗൗരവമില്ലാതെ പോകുന്നു. എക്സ്ക്യൂസ് മീ, 1 മിനിറ്റ്. എപ്പോ നോക്കിയാലും എന്താ കാര്യം? അയാൾ പോയോ? ഇല്ല. ഒന്ന് യാത്രയാക്കിട്ട് വരും. സുകുമാരൻ സാർ അടുത്ത ആഴ്ച എറണാകുളത്ത് വരണം. കഴിയുമെങ്കിൽ ഒരു ബോർഡ് മീറ്റിംഗ് വെക്കണം. കൂടുതൽ നീട്ടിക്കൊണ്ടു പോകുന്നത് ബുദ്ധിപൂർവ്വമായിരിക്കും. നോക്കാം. അപ്പോൾ ഞാൻ ഇറങ്ങട്ടെ. മിസ്സസ് അവൾ അവസ്ഥയുണ്ട്. വിളിക്കണമെന്നില്ല, ഞാൻ ഇറങ്ങിയെന്ന് പറഞ്ഞാൽ മതി. പാലസിൽ പാർട്ടിയുണ്ട്. ലുക്ക് മിസ്റ്റർ സഹദേവൻ, ഉപദേശിക്കാമെന്ന് വിചാരിക്കരുത്. യു ആർ ഗോയിങ് ടു ഫാസ്റ്റ്. നഥിങ്. വേഗത്തിലായാലും സാവധാനത്തിലായാലും എത്തേണ്ടവരിടത്ത് തന്നെയല്ലേ. ബൈ, സീ യു.